മലയാളത്തിൽ ഒരു മിനി പുഷ്പ എന്ന് വേണമെങ്കിൽ പറയാം. 3 മണിക്കൂർ എനിക്ക് അവിടെ തന്നെ ചിരിയായിരുന്നു ആൾക്കാർ. അമ്മാതിരി അപരാധം ഉണ്ട് ഇതിനകത്ത്, അപരാധം. അതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തീർന്നു, പടം തീർന്നു. വെൽക്കം ബാക്ക്. ചന്ദനക്കടത്തുകാരൻ ഡബിൾ മോഹനനായി പൃഥ്വിരാജ് എത്തുന്ന മോസ്റ്റ് അവൈറ്റഡ് മൂവി GR ഇന്ദുഗോപന്റെ വിലായത് ബുദ്ധ, ഡയറക്ടർ ബൈ ജയൻ നമ്പ്യാർ, മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്. കൂടെ വില്ലനായിട്ട് കട്ടക്ക് ഷമ്മി തിലകനും ഉണ്ട്. അപ്പോൾ എന്തായാലും വിലായത് ബുദ്ധ കണ്ടിറങ്ങി ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. ഈ സിനിമ കാണാൻ പോകുന്നവരൊക്കെ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ഇട്ടേക്കുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. നേരെ വിലായത് ബുദ്ധ റിവ്യൂലേക്ക്. പുഷ്പയായിട്ടൊന്നും കമ്പയർ ചെയ്ത് വിലകളയില്ല പ്ലീസ്. ഞാൻ നോവൽ സത്യം വായിച്ചിട്ടില്ല. നോവൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. സത്യം 3 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ ഒരു ചൈതന്യം എന്നൊരു സംഭവം ഉണ്ട്, പീക്ക് ലെവൽ സാധനം. അയ്യോ, 3 മണിക്കൂർ എനിക്ക് അവിടെ തന്നെ ചിരിയായിരുന്നു ആൾക്കാർ. അമ്മാതിരി അപരാധം ഉണ്ട് ഇതിനകത്ത്, അപരാധം. അയ്യപ്പനും കോശി ആ ഒരു ടൈപ്പ് അല്ല. നമ്മൾ ഇവരെ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ല നമ്മൾ കാണാൻ. സിനിമ കാണുമ്പോൾ വരുന്നവർ അത് ഉദ്ദേശിച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. ആ ഒരു രീതിയിലുള്ള സിനിമയല്ല. പ്രത്യേക ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സിനിമയല്ല, ആ ഒരു സിനിമയല്ല. പക്ഷെ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. ഒരു സിനിമാറ്റിക് ആയിട്ട്, ഒരു നോവലിനെ സിനിമാറ്റിക് ആയിട്ട് അവർ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കത് സിനിമാറ്റിക് ആയിട്ട് കണ്ട് ആ ഒരു നോവലിന്റെ ഒരു ബോറടിയോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഡ്രാമ മാത്രമേ ഉള്ളൂ. ഡ്രാമയല്ല, ആക്ഷനുണ്ട്, വേണ്ടതെല്ലാം സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു പുഷ്പയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അയ്യപ്പനും കോശിയോ ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. പുഷ്പ കണ്ടിട്ട് വരുന്നവർക്ക് മലയാളത്തിൽ ഒരു മിനി പുഷ്പ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു പുഷ്പ ടൈപ്പ് ആക്ഷൻ മാത്രം. എനിക്കൊരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. നമുക്ക് മറ്റേ നമ്മുടെ പുഷ്പയുടെ ആക്ട്രസ്, അവളെ പേര് ലക്ഷ്മിക മന്ദാനയുടെ ഒരു ഇരട്ടിയായിട്ട് വരും. മിനി പുഷ്പയാണോ? മിനി പുഷ്പല്ലടാ. ഫസ്റ്റ് ഹാഫ് പുഷ്പയായിരുന്നു, സെക്കൻഡ് ഹാഫ് തീട്ടം കൊണ്ടുള്ള ആറാട്ടായിരുന്നു. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പറ്റൂല ഉച്ചയ്ക്ക്. പക്ഷെ നോപ്പാട് നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ പോലെ ഒരു ഈഗോ ക്ലാഷ് അല്ല. സച്ചിയുടെ വില കളഞ്ഞു. സച്ചി ഇതൊരു സത്യം പറഞ്ഞ തീട്ടപ്പടം. സ്പോയിലറാണ്, പടം കണ്ടവർക്ക് മനസ്സിലാവും. തീട്ടപ്പടം. എന്തിന് സച്ചിയുടെ പേരിലോട്ട് വലിച്ചഴച്ചെന്നാണ്. നെഗറ്റീവായിട്ട് എന്ത് തോന്നിയത്? മ്യൂസിക് മാത്രമേ കൊള്ളാം, ബാക്കിയെല്ലാം എന്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ, പക്ഷെ പാപ സച്ചിനെ നശിപ്പിച്ച് കളഞ്ഞ്. ഒരു ഡ്രാമ ആയി പോയതാണോ? ഒന്നുമല്ല, തീട്ടക്കഥ. അതാണ് സംഭവം. സ്പോയിലറാണ്, അതാണ് സംഭവം. നോവലില് അതാണല്ലോ. അല്ല, അതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തീർന്നു, പടം തീർന്നു. മോഹനല്ല, ഷമ്മിയാണ് ഹീറോ. വേറൊന്നുമല്ല, നമ്മുടെ മരിച്ചുപോയ മഹാനടൻ തിലകൻ സാറുണ്ടല്ലോ. തിലകൻ സാറിന് നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ പടം വന്ന് കാണുക. അല്ല പടത്തിന്റെ മെറിറ്റ്സോ അതിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഒറ്റ ഒരാളുടെ ഒരു പെർഫോമൻസ്, ഷമ്മി തിലകൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ. വേറെ ഒന്നുമില്ല, തിലകന് അതേപോലെ അതിനേക്കാളും അതേപോലെ തന്നെ കാണാൻ പറ്റും. ഷമ്മി എന്ന ഹീറോ അടിപൊളി. 3 മണിക്കൂർ 3 മണിക്കൂർ പടത്തിനെ കുറിച്ചുള്ള ഡീമെറിറ്റ്സ് പറയുന്നില്ല. ആ ഒരു ഒറ്റൊരു പെർഫോമൻസ്, ഷമ്മി തിലകന്റെ ഓരോ സീനിനും വേണ്ടി കാത്തിരുന്നു. പൃഥ്വിരാജൊക്കെ സാധാ യൂഷ്വൽ റോളേ ഉള്ളൂ, വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അല്ല അതേപോലെ അല്ല, ഇതൊരു മാസ് രീതിയിൽ എടുത്തിരിക്കുക. എന്തായാലും ഷമ്മി ഹീറോ ആണ്. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്, എന്നാലും 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട് പടം. അത് ഭയങ്കര വലിയൊരു ലാഗാണ്. അതിഗംഭീരമായ സിനിമ. കാരണം നമ്മൾ എന്താ പറയാ, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള 3 മണിക്കൂറൊക്കെ ഉണ്ട്. 3 മണിക്കൂർ സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എന്താ പറയാ, നമ്മളെ ഫുൾ ടൈം ആ കഥയ്ക്കകത്തോട്ട് എൻഗേജ് ചെയ്തിരുത്താൻ കഴിയുക എന്നുള്ളതല്ലേ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അല്ല, ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള ലാഗും അതൊക്കെ ഉണ്ടോ? അങ്ങനല്ലല്ലോ. നമ്മൾ ഒരു സിനിമയിലോട്ട് നമ്മൾ ഓരോ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട്. നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതിനകത്ത് നമുക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. അത്രയും കിള്ളം മേക്കിംഗ്. എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഷമ്മി തിലകന്റെ പ്രകടനം തന്നെയാണ്. അത് മാസം കാര്യങ്ങൾ. കാരണം ഇപ്പൊ നമ്മളെ ഈ യൂത്തന്മാരുടെ ഇടയിൽ തന്നെ എന്താണ് സൗണ്ട് മോഡുലേഷൻ ആയാലും അപ്പിയറൻസ് ഒക്കെ കൊണ്ട് ടോപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന പൃഥ്വിരാജ് തന്നെയാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. എങ്ങനെയാണ് ബുക്ക് വായിച്ച സിനിമ? നല്ല സിനിമയാണ്, സത്യം പറഞ്ഞ സിനിമ നല്ല സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ ഇതേപോലുള്ള കഥാപാത്രങ്ങളെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വെറുതെ ഉള്ള ഹുക്കുകൾ കാണിച്ചുകൊണ്ട് സിനിമ എടുക്കുക എന്നല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമ എടുക്കണം. ബുക്ക് തന്നെയാണ്, നോവൽ തന്നെയാണ്. അതെ, ഞാനത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ആദ്യം തന്നെ. സിനിമാറ്റിക് മൊമെന്റ്സ് പ്രതീക്ഷിച്ചു വന്നവർക്ക് നിരാശയാണോ? അങ്ങനെയല്ല, സിനിമയെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇതിൽ പറയുന്ന പല സീക്വൻസുകളും വളരെ പെർഫെക്റ്റ് ആണ്. തിലകൻ എന്തൊരു അഭിനയം! തിലകനെ ഞാൻ ഇതിൽ കാണുകയാണ്. ബുക്ക് വായിച്ചിട്ടാണ് വന്നത്. അതിൽ ക്ലൈമാക്സ് മാറ്റി ഒരു മാസ് അപ്പീലിന് വേണമായിരുന്നു. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുഷ്പയല്ല, എല്ലാവരും പുഷ്പയൊക്കെ പറയാം. ട്രെയിലർ അമാരും മറ്റേ ആളെ പറ്റിക്കാൻ ചെയ്ത പരിപാടിയാണ്. ഒരു ഇത് അല്ല പറഞ്ഞു. പിന്നെ സ്റ്റണ്ടൊക്കെ ഒരു ഇച്ചിരി ഒരു ഇതുപോലെ തോന്നി. ഒരു നമ്മളൊരു കണ്ടു മറന്ന കുറേ പഴയ പടങ്ങളുടെ ഒരു രീതിയായിട്ട് തോന്നി. പിന്നെ അത്
എന്നുവെച്ചാൽ കഥാപശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഓക്കെ ആയി പോകും. മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മേക്കിംഗ് ഒക്കെ ആവറേജ്, അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ല, ആവറേജ്. ഇതിൽ മാസ് വേണോ അതോ ക്ലാസ് വേണോ അതോ? രണ്ട് മിക്സായൊക്കെയാണ് പോകുന്നത്. പിന്നെ ആ ഒരു കഥയാണ്, ആ സ്റ്റോറി, ആ നോവൽ എന്ത് ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ മേക്കിംഗ് എനിക്ക് വളരെ അങ്ങ് ഇതായിട്ടൊന്നും തോന്നിയില്ല. ആക്ടിങ് ആണ്, അതായത് ആക്ടിങ് എല്ലാവരുടെയും ഓക്കെ, കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ആക്ടിങ് പക്കയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതൊന്നുമില്ല, കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഷമ്മി തിലകൻ്റെ ആക്ടിങ് അടിപൊളിയായിട്ട്. നമുക്കില്ല പഴയ തിലകൻ സാറിനെയൊക്കെ കാണുന്നൊരു ഫീലുണ്ട് ചില സമയത്ത്, ആ ഓൾഡായിട്ടുള്ള ക്യാരക്ടറൊക്കെ അഭിനയിക്കുമ്പോൾ. പിന്നെ BGM എടുത്തു പറയണം, ജെയ്ക്സ് ബിജോയുടെ BGM പ്ലസ് മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ആണ് പടത്തിനെ ചില ഏരിയയിലൊക്കെ ഒന്ന് ഹൈ ആക്കുന്നത്, ഒരു ഹൈ എലമെൻറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ ചിലയിടത്തൊക്കെ ഡൗൺ ആയി പോകുന്നുണ്ട് പടം. അവർ ചിലത് നമ്മൾക്ക് ചിലത് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല, ചിലതൊക്കെ ഓക്കെ. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ഗുഡ് മൂവി. അല്ല, എനിക്ക് പേഴ്സണലി ഈ പടം കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് തോന്നി. സോ ആ മെയിൽ ഈഗോ ട്രോപ്പൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് കണക്ട് വെൽ. അതും വളരെ മീഡിയോക്കർ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ നോവൽ വായിച്ചവർക്കും ആ ഒരു എക്സ്പീരിയൻസ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേസിന്റെ പ്രോബ്ലം അതാണ്. ലൈക്ക് ബുക്ക് വായിക്കുന്നവർക്ക് ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് നോട്ട് നെസസറിലി മൂവിയിൽ കിട്ടിയെന്ന് വരില്ല. ഇനി എൻ്റെ ഒരു ചാനലുണ്ട് 100% ലിറ്ററസി, ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. അതല്ലേ പറഞ്ഞ നായിക. ആ പിന്നെ അവളെ കിട്ടിയായിട്ട് തിമിർത്തായിട്ട് അവളെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കാര്യം, ആരും കയറാത്ത മലയിൽ ലാലേട്ടൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഭ്രമരത്തിൽ ലാലേട്ടൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ടാക്സി ഡ്രൈവർമാർക്ക് അഭിമാനിക്കാം, പൃഥ്വിരാജ് വലിയൊരു കുന്നിന്റെ കരിങ്കലുള്ള മലയിൽ ജീപ്പടിച്ചിറങ്ങണേ. 3 മണിക്കൂർ നായിക കണ്ടോണ്ടിരിക്കാം. നായികനെ ഫ്രണ്ട് ഇരുത്തിയല്ലേ പൃഥ്വിരാജ് വണ്ടി ഓടിക്കണം, അതല്ലേ ബിൽഡപ്പ്. അതാണ് പറയുന്നത്. ഡബിൾ മോഹനെ ചന്ദന മരം കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അവസാനം ചന്ദന എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് കരഞ്ഞ അവസാനം നിന്നെ കൊന്നുകളയെന്ന് പറയുമ്പോൾ അവളെ ക്യാരി ഒരു കെട്ടിപിടി പഠിക്കാം. ഡബിൾ മോഹനെ ഒതുങ്ങി. അതായത് അയ്യപ്പന് ശബരിമലയാണെങ്കിൽ പൃഥ്വിരാജിന് ചൈതന്യമലയാണ്. അതാണ് ഇത് പടം. അയ്യപ്പനും കോശി വൈബ് കിട്ടിയോ? അയ്യപ്പനും കോശിയുടെ തുടക്കത്തിൽ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അയ്യപ്പനും കോശിയുള്ള ഒരു കോംബോ പോലെയാണ് ഇരുന്നത്. പക്ഷെ പടം ഫുള്ള് സ്ഫടികമാണ്. സ്ഫടികം ആട് തോമ എങ്ങനെയാണ് ആ സാധനമാണ് കംപ്ലീറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. പൃഥ്വിരാജിന്റെ സ്ഫടികം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഡബിൾ മോഹനായിട്ട് വന്ന ആ ഡബിൾ മോഹന്റെ പവർ നടി ഒരു കെട്ടിപ്പിടിയോട് കൂടി ഇല്ലാതായിക്കണം. പടം ഫസ്റ്റ് ഹാഫ് ടോപ്പായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു പക്ക ഒരു മാസ് എന്റർടൈനർ എങ്ങനെ ആയിരിക്കണോ അങ്ങനെ പടം കൊണ്ടുപോയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. പക്ഷെ ഇന്റർവെൽ എത്തിയപ്പോഴത്തേക്കും പടത്തിന്റെ ആ ട്രാക്ക് മാറ്റി കളഞ്ഞ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി മൂഞ്ചിപ്പിച്ച്. സെക്കൻഡ് ഹാഫ് ലൈക്ക് ഭയങ്കര ഡ്യൂറേഷനും പിന്നെ നമുക്കൊരു എന്റർടൈനുള്ള എലമെന്റ് ഇല്ല സെക്കൻഡ് ഹാഫ്. ലൈക്ക് ഒരു പടം ഇങ്ങനെ പോയ പടം ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ഐറ്റംസ് കുറഞ്ഞു പോയതാണോ അതോ ഡ്രാമ? കൊമേഴ്ഷ്യൽ ഐറ്റംസ് കുറഞ്ഞു, ഡ്രാമ ലൈക്ക് അത്യാവശ്യം ഡ്രാമ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്തോ പടത്തിൽ ഭയങ്കര മിസ്സിംഗ് എലമെന്റ്സ് ഉണ്ട് കുറെ. അവരാധം ലെവലാക്കി കളഞ്ഞോ? അവരാധം ലെവലാക്കിയിട്ടില്ല, അത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ട ഒരു സംഭവം സെക്കൻഡ് ഹാഫിലോട്ട് ഇല്ലേ. എടുത്തു പറയേണ്ട പോസിറ്റീവ് ഷമ്മി തിലകൻ നൈസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ജെയ്ക്സ് ബിജോയ് ഇവര് പറഞ്ഞിരുന്ന ഒരു ഈഗോ ക്ലാഷ് അയ്യപ്പൻ കോശി ഇല്ല ആ ഒരു ഈഗോ ക്ലാഷ് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ല. അത് ഫുൾ ഒരു